പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇളയവന് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ഒരുവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏതാണ്ട് 11 എപ്പിസോഡുകൾ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു വിഷയം സംസാരിക്കണമെന്ന് താല്പര്യപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം സഭയുടെ സ്നാനോപദേശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ആ വിഷയമാണ് സംസാരിക്കുവാനിടയായി തീർന്നത്. കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്നുള്ള വിഷയം തുടർമാനമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചില്ല. എന്നാൽ ഈ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. വിഷയത്തിൻ്റെ 12ാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം തുടർച്ചയായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 12ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയം പഠിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേലിലും അതിൻ്റെ ചുറ്റുപാടുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. അത് നാം മനസ്സിലാക്കുകയും നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം ശരിയായി പരിശോധിച്ച് പഠിച്ച് നമ്മുടെ പ്രാണന് നഷ്ടം വരാതിരിക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കാൻ ഏത് വിധത്തിലും ആത്മാക്കളെ ദൈവത്തിൽ നിന്നും അകറ്റുക എന്ന ലക്ഷ്യത്തോടെ സത്യോപദേശത്തിന് വിരോധമായി പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങളുമായി ധാരാളം ആളുകളെ ആടുകളുടെ വേഷത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സാത്താൻ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യോപദേശം പ്രസംഗിക്കുന്ന ആളുകളെക്കുറിച്ചും അവർ വ്യാജമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ സത്യം എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക മാധ്യമം ബൈബിളാണ്. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരുപദേശിച്ചാലും അത് വ്യാജമാണ്. ആരും ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയും നിത്യരാജ്യത്തിൽ പങ്കാളികൾ ആകുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്.
യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 11 ആഴ്ചകളിലായി യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വചനം നാം ചിന്തിക്കുകയും അനേക തിരുവെഴുത്തുകളിലൂടെ സത്യം നാം മനസ്സിലാക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ഇനിയുമുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ വാസ്തവമായി നാം അറിഞ്ഞിരിക്കുക. സ്തോത്രം. യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല എന്നും അവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നവനായ ദൈവമാണ് എന്ന വസ്തുതയും നാം മനസ്സിലാക്കിക്കൊണ്ട് തിരുവചനം പഠിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് പരാജയം സംഭവിക്കുവാൻ ഇടവരുകയില്ല. നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ കഴിയും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 47 വരെയുള്ളതായ ഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1-ാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ 1-ാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1-ാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് നാം കാണുകയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മണ്ണിലെ പൊടി കൊണ്ട് ചേറുണ്ടാക്കി മനുഷ്യ രൂപമുണ്ടാക്കി അതിന് ജീവശ്വാസം ഊതി അത് ജീവനുള്ളതായി തീരുന്നത് വരെയും അതിൽ ജീവനില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അത് ജീവനുള്ള ദേഹിയായി തീർന്നതാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് 1-ാം മനുഷ്യനായ ആദത്തിൻ്റെ ചരിത്രമാണ്. എന്നാൽ ഒടുക്കത്തെ ആദാമായി ലോകത്തിൽ വെളിപ്പെട്ടു വന്നവനായ കർത്താവിനെ സംബന്ധിച്ച് പറയുന്നത് ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. സ്തോത്രം. ജീവിപ്പിക്കുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ കഴിയുന്നവനായി ആത്മാവായ ദൈവമാണ് ഒടുക്കത്തെ ആദമായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടു വന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ വചനത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ആത്മീയമല്ല, പ്രാകൃതം അത്രേ 1-ാമത്തേത് എന്ന് കാണുവാൻ കഴിയുന്നു. ആത്മീയം പിന്നത്തേതിൽ വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് അവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ മണ്ണ് കൊണ്ടുള്ളവനാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ളവൻ സർവശക്തനായ ദൈവമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാൻ കഴിയുന്നു. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നത് മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കേണ്ടതാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനും കഴിയുന്നുണ്ട്. 1-ാമത്തെ ആദം തനിക്ക് നേരിട്ട പരീക്ഷയിലൊക്കെ പരാജിതനായി തീർന്നതായിട്ട് കാണുവാൻ കഴിയുന്നു.
തനിക്ക് ധാരാളം പരീക്ഷകൾ നേരിടുവാനിടയായി തീർന്നു. ആ പരീക്ഷയിലെല്ലാം താൻ പരാജിതനായി തീർന്നതായിട്ടാണ്, തോറ്റുപോയതായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഒടുക്കത്തെ ആദാം ദൈവമെന്ന നിലയിലല്ല, സമ്പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ സകല പരീക്ഷകളിലും വിജയിച്ച് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ മനുഷ്യത്വത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന് നേരിട്ടതായ സകല പരീക്ഷകളിലും അവൻ വിജയിച്ചു. അവൻ ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവൻ പരീക്ഷകളെ നേരിട്ടതും വിജയിച്ചതും, ദൈവമെന്ന നിലയിലല്ല എന്ന് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നു. ഒന്നാം ആദം നഷ്ടമാക്കിയതെല്ലാം അവൻ മടക്കി കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാം ആദം നഷ്ടമാക്കിയതെല്ലാം രണ്ടാം ആദം അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു അതെല്ലാം മനുഷ്യന് മടക്കി കൊടുക്കുവാനിടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വാസ്തവമായും ദൈവമാണെങ്കിലും മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത്, സ്തോത്രം, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് അവന് മടക്കി കൊടുക്കുവാനും അവന് നഷ്ടമായ തൻ്റെ ജീവൻ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ഒന്നാമത്തെ ആദവന് സംഭവിച്ചത് ജഡത്താലുള്ള ബലഹീനതയാണ്. അത് നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയ കാര്യത്തെ സാധിപ്പിക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ, സ്തോത്രം, ദൈവത്തെ കൂടാതെ മറ്റൊരു പുത്രൻ ഉണ്ടോ എന്ന് പലരും സംശയിക്കാറുണ്ട്. അങ്ങനൊരു പുത്രൻ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരേണ്ടതിന് ദൈവം സകലത്തിനും മുൻപേ തൻ്റെ പദ്ധതിയിൽ ആവിഷ്കരിച്ച ആ വിഷയമാണ് താൻ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. സ്തോത്രം, അങ്ങനെ താൻ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ എടുത്ത പുത്രത്വം ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അയക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിൽ വരുവാനും പാപത്തിന് ജഡത്തിൽ താൻ ശിക്ഷ വിധിക്കുവാൻ ഇടയായി തീർന്നു എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തിൽ 4-ാമത്തെ വാക്യഭാഗത്തിൽ വായിക്കുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. ജഡത്തെ അല്ല നാം അനുസരിച്ച് ജീവിക്കേണ്ടത്, ആത്മാവിനെയാണ്. ആത്മാവ് ദൈവമാണല്ലോ, ദൈവത്തെയാണ് നാം അനുസരിച്ച് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ഇതൊക്കെയും സംഭവിക്കുവാൻ ഇടയായി തീർന്നു എന്നും തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ തന്നെ 55 മുതൽ 57 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം
പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നമ്മുടെ അരുമനാഥനായ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. സകലർക്കും നിത്യജീവനെ കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് താൻ കടന്നു വന്നത്. സ്തോത്രം. മനുഷ്യന്റെ പാപനിമിത്തമായിട്ടുണ്ടായിരുന്ന ആ മരണശിക്ഷാവിധിയെ നീക്കി തൻ്റെ മക്കൾക്ക് നിത്യജീവനെ കൊടുക്കുവാനായിട്ട് കർത്താവ് കടന്നു വന്നു. അവൻ ലോകത്തിൽ പല വിധത്തിലുള്ളതായ പരീക്ഷകളും പരിശോധനകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടുന്ന സാഹചര്യം തനിക്കുണ്ടായി. പരീക്ഷകളൊക്കെ കടന്നു വന്നു. എങ്കിലും പരീക്ഷകളെയൊക്കെ അവൻ അതിജീവിച്ച് മരണത്തിന് താൻ വിധേയപ്പെടുവാനിടയായി തീർന്നു. എങ്കിലും മരണത്തെയും അവൻ ജയിക്കുവാനിടയായി തീർന്നു. അവന് കാൽവറിയിൽ യാഗമായി തീർന്നു. എങ്കിലും സ്തോത്രം, അവനെ അടക്കം ചെയ്തിരുന്നതായ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ 3-ാം നാളിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നതായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഇപ്പോൾ അവൻ മരണത്തെ വെല്ലുവിളിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണമെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. എന്നാൽ മരണത്തിന്റെ വിഷമുള്ള പാപമാണ്, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? തീർച്ചയായിട്ടും മരണത്തെ ജയിച്ച് ജയാളിയായി അരുമനാഥനായ കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞു, ആ പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കർത്താവ് യോഹന്നാനോട് പറയുവാനിടയായി. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. രണ്ടാം മനുഷ്യന്റെ എല്ലാവിധ പ്രകൃതത്തിലും അവൻ ഒരു സ്വർഗീയനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ സകല പ്രവൃത്തികളും സ്വർഗീയമായതായിരുന്നു. അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഒരു സ്വർഗീയന്റെ പ്രവൃത്തിയാണ് താൻ ചെയ്യുവാനിടയായി തീർന്നത് എന്ന് തിരുവചനം വ്യക്തമായി പഠിക്കുന്ന വ്യക്തികൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ സ്വർഗത്തിൽ അപ്പോഴും ഇരിക്കുന്നവനാണ്. എന്നാൽ അവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അവനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് താൻ തന്നെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ സ്വർഗീയനാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ വാസ്തവമായിട്ടും ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് തിരുവചനത്തിന്റെ വസ്തുത നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം.
രണ്ടാം മനുഷ്യന് പരീക്ഷ സാരമില്ലെന്നും പരീക്ഷയിൽ അകപ്പെടുന്നവരെ രക്ഷിപ്പാൻ അവൻ ശക്തനെന്നും തെളിയിച്ചു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ ആദം പരീക്ഷയിൽ പരാജിതനായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ താൻ വളരെ പരീക്ഷ സഹിക്കുവാനിടയായി തീർന്നു. എങ്കിലും സകല പരീക്ഷകളെയും അവൻ ജയിച്ചിരിക്കയാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ അവൻ ശക്തനും അവൻ ബലവാനുമാണ് എന്ന് അവൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുവാനിടയായി തീർന്നതായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ ദൈവത്വത്തിൻ്റെ സഹായത്താൽ പരീക്ഷകളെ ജയിക്കുവാനിടയായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നിലുള്ളതായ തൻ്റെ ദൈവത്വത്തിൻ്റെ സഹായത്താൽ, ശക്തിയാൽ പരീക്ഷകളെ അവൻ ജയിച്ചു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അവൻ്റെ ദൈവത്വവും മനുഷ്യത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സുവിശേഷ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് ഇടയനാകുന്നു എന്ന് തിരുവചനത്തിലൂടെ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. 23-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവിൻ്റെ ദാസനായ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് മാനുഷികമായ ഒരു ഇടയൻ തന്നെയാണ്. എന്നാൽ ദാവീദിൻ്റെ ഇടയൻ യഹോവയാണ് എന്ന് വളരെ വ്യക്തമായിട്ടും താൻ സംസാരിക്കുകയാണ്. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് യാതൊന്നിനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് എന്നെ നടത്തുന്നത്, അല്ലെങ്കിൽ ആടുകളെ നടത്തുന്നത്. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് അവൻ നടത്തുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം നല്ല ഇടയൻ്റെ സ്വഭാവം ഇതാണ്. തൻ്റെ ആട്ടിൻ കൂട്ടത്തെ, സ്തോത്രം, വിശക്കാതെയും ദാഹിക്കാതെയും ശരിയായിട്ടുള്ള മേച്ചൽ സ്ഥലങ്ങളിലൂടെ നടത്തുക, അവർക്ക് ആവശ്യമായിരിക്കുന്ന നീരുറവകൾ തുറന്നവരെ ദാഹശമനമുള്ളവരാക്കി തീർക്കുക. ഈ വിധത്തിലുള്ളതായ ഒരു ആത്മീയ നിലവാരമാണ് നല്ല ഇടയനായിരിക്കുന്ന ദൈവത്തിനുള്ളത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 80-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഒരാട്ടിൻ കൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പം ഒരാട്ടിൻകൂട്ടത്തെ ഒരു ഇടയൻ എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കുന്നത്, നയിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പാലിക്കുന്നത് എന്നതുപോലെ, സ്തോത്രം, ഇസ്രായേലിനെ, യോസഫിനെ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ, ഇസ്രായേലിൻ്റെ നടത്തിപ്പുകാരൻ. ഇതിപ്പോൾ സ്തോത്രം, ഇസ്രായേലും ഇതര അയൽ രാജ്യങ്ങളുമൊക്കെ ആയിട്ടും ചില സംഘടനകളായിട്ടൊക്കെ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിജയപരാജയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടുമിരിക്കുന്നു. എന്നാൽ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് തുടച്ചു കളയാമെന്ന് ചിലരൊക്കെ നേരത്തെയും വ്യാമോഹിച്ചതാണ്. അതൊക്കെ വൻ പരാജയങ്ങളിലേക്കാണ് ചെന്നെത്തിയത്. ഇനിയുള്ളതായ തീരുമാനങ്ങളിലും
അത്തരത്തിലുള്ളതായ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. എങ്കിലും ഇസ്രായേലിന് ശരിയായിട്ടുള്ള കാഠിന്യം അനുഭവിക്കേണ്ടുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട്. അതും സംഭവിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ഈ ഭൂതലത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇസ്രായേൽ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ്, അവൻ്റെ ആട്ടിൻകൂട്ടമാണ്. നല്ല ഇടയൻ്റെ കൈക്കലെ ആടുകളാണവർ. അവരെ ശരിയായ പാതയിലൂടെ നയിക്കുവാൻ അവരുടെ നായകനായ കർത്താവിന് കഴിയും. അവൻ അതങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ആ ഇടയൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനാണ് നല്ലിടയനായ നമ്മുടെ കർത്താവ്, അഥവാ സർവശക്തനായ ദൈവം. അവനാണ് ഇസ്രായേലിൻ്റെ സ്തോത്രം നടത്തിപ്പുകാരനായ നല്ല ഇടയൻ. പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. 40-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ കാണുന്നത്, ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും എന്ന് ആ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഒരിടയൻ തൻ്റെ ആട്ടിൻ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞാടുകളെ സ്തോത്രം കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നു എന്നാണ്. എന്നാൽ വലിയ ആടുകളെ ഒക്കെ അവൻ മേയിക്കുകയാണ്. നല്ല മേച്ചിൽപ്പുറങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടം പോലെ മേയുവാനുള്ളതായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കുഞ്ഞാടുകൾക്ക് മറ്റുള്ള ആടുകളെ പോലെയുള്ളതായ ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ട് അതിനെ ഇടയൻ എടുത്ത് ഭുജത്തിൽ എടുക്കുകയും മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ തള്ളയാടുകളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, തള്ളകളെ പതുക്കെ നടത്തുകയാണ്. മരുഭൂമിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരെ പതുക്കെ നടത്തുകയാണ്. അവരുടെ ശാരീരിക ശേഷി അനുസരിച്ച് അവർ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഈ മരുഭൂ പ്രയാണത്തിൽ അവരെ കർത്താവ് വഹിച്ചുകൊണ്ട് മുൻപോട്ട് നയിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ഈ പ്രവചനങ്ങളിൽ കാണുന്നവയൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറുന്നതായി തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ കർത്താവ് നല്ല ഇടയനാകും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ആത്മനാഥനായ കർത്താവ് ലോകത്തിലായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ച വിഷയഭാഗമാണല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ എന്ന് വിശേഷിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമല്ലാതെ ഭൂമിയിൽ മറ്റാർക്കും കഴിയുകയില്ല. ഭൂമിയിലുള്ള ഇടയന്മാരൊക്കെയും തിരുവചനം പറയുന്നത്, സ്തോത്രം, ശത്രുവിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ളതായ ഇടയന്മാരിൽ അധികം പേരും. എന്നാൽ നല്ലിടയനായ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൊടുക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടു നിൽക്കുന്നവനാണ് നമ്മുടെ നല്ല ഇടയനായ കർത്താവ് എന്ന്
തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. കള്ളനും കവർച്ചക്കാരനും ആടുകളുടെ ഇടയനും അല്ലാത്തവനൊക്കെ എന്ത് ചെയ്യും? ചെന്നായി വരുന്നത് കാണുമ്പോൾ അവൻ സ്വയരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുവാനിടയായി തീരും. എന്നാൽ നല്ല ഇടയനായ കർത്താവ് അങ്ങനെയല്ല, തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കാലങ്ങളിൽ സ്തോത്രം, ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്നതായ ഇടയന്മാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത്, സ്തോത്രം, ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് ആടുകളെ നയിക്കാതെ യഥാർത്ഥമായ വഴികളിലൂടെ നമ്മുടെ സ്തോത്രം ആടുകളെ നയിക്കുകയും നല്ല ഇടയനായ കർത്താവിൻ്റെ കൈക്കലെ ആടുകളെ പോലെ സ്തോത്രം ശരിയായി നയിക്കപ്പെടേണ്ടതിന് ഉപദേശത്തിൻ്റെ സത്യത്തിലും ആ സത്യമാർഗത്തിലും ജനത്തെ നയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യഭാഗത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്ന് അവൻ എന്നേക്കും അവന് മഹത്വം, ആമീൻ, എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും ഉപദേശങ്ങൾക്കും സ്തോത്രം ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അവൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സത്യോപദേശം അതൊരു പത്യോപദേശമാണ്. അത് അംഗീകരിക്കാതെ മാനുഷികമാകുന്ന ഉപദേശങ്ങൾ തിരികെ കയറ്റി ജനത്തെ തെറ്റായി പഠിപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന അനേക വ്യാജ ഇടയന്മാരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. അവർ നിത്യനിയമത്തിൻ്റെ സത്യ ഉപദേശത്തെ പലപ്പോഴും ത്യജിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ളതായ നിലയിൽ ജനത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാണ്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്ന് അവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവന് എന്നേക്കും മഹത്വം, ആമേൻ, എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന് എന്നേക്കും മഹത്വം കൊടുത്തുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചും നിത്യതയോളം നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ സ്തോത്രം, നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ആടുകളെ വിശ്വസ്തയോടെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാനുള്ളതായ യജ്ഞത്തിലാണ് നാം ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, സത്യോപദേശത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, സത്യോപദേശം ജനത്തെ പഠിപ്പിക്കുന്നു എങ്കിൽ, തിരുവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നു: എന്നാൽ ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും.
അപ്പോ ശ്രേഷ്ഠ ഇടയൻ വരുവാൻ പോവുകയാണ്. അവൻ വരുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം ഈ ലോകത്തിലുള്ളതായ ഓരോ ഇടയന്മാർക്കും ലഭിക്കപ്പെടുന്നതാണ്. അത് ലഭിക്കപ്പെടുവാൻ ഇടയായി തീരണമെങ്കിൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിന്റെ ആട്ടിൻ കൂട്ടത്തെ ശരിയായ നിലയിൽ നീ ആ സ്തോത്രം മേയിക്കേണ്ടത് ആവശ്യമാണ്, പാലിക്കേണ്ടത് ആവശ്യമാണ്, സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ആട്ടിൻ കൂട്ടത്തിൽ നിന്നുള്ളതായ ആ നന്മകൾ അനുഭവിക്കുക എന്നുള്ളതല്ല, ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ അവരായി ഓരോ ഇടയന്മാരും നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് അഥവാ ശ്രേഷ്ഠ ഇടയൻ, അവൻ ദൈവം എന്ന നിലയിലും അവൻ്റെ മനുഷ്യത്വത്തിലും നല്ല ഇടയനാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവൻ സാക്ഷാൽ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അവനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇളയവന് വേണ്ടി സമയം അനുവദിച്ച് തന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇളയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം വീണ്ടും സംസാരിക്കുവാൻ ഇളയവനെ ശക്തീകരിച്ച കൃപകൾക്കായി സ്തോത്രം. കേൾവിക്കാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തിരുവൻ സഹായിച്ചാട്ട് ഇതേ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. എൻ്റെ അഡ്മിന്മാരെയും ബഹുമാനീയരായ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് സകലവും നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് നീ സഹായിക്കും. പ്രാർത്ഥന തിരുവന് കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം പരിചിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.